ഹായ് ഹലോ, എല്ലാവർക്കും സുഖം തന്നെയാണോ? ഞാനിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ഒരു ചുരിദാറും ഒരു പലാസ പാൻറ്റിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടി വന്നതാണ്. ഇതാണ് ചുരിദാർ, കോട്ടൺ ചുരിദാറാണ്, അമ്പർല കട്ടി വരുന്നതാണ്. ഇതിൻ്റെ നെക്ക് ഭാഗത്ത് കൊണ്ടോ ചെറിയ മുട്ട് പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണിത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. തനി കോട്ടനാണ്. പിന്നെ ഇത് പള്ളിയിൽ പോയപ്പോൾ ഒരുങ്ങിയതാണ്. അന്നേരം ഇത്രയും മോതിരമൊന്നും ഞാൻ ഇട്ടില്ല കേട്ടോ, എല്ലാം ഊരി വെച്ചിട്ടാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങളെ കാണിക്കാൻ. പാൻറ്റ് കൊണ്ടോ ലൂസ് ഫിറ്റാണ്, പക്ഷേ പലാസയല്ല, പെൻസിൽ പാൻറ്റും അല്ല, നല്ല കംഫർട്ടബിളാണ്. രണ്ട് വശത്തും ഇലാസ്റ്റിക്കാണ് പാൻറ്റിൻ്റെ. കൈ ഫുൾ സ്ലീവാണ്, പാച്ചും വളയും ഒന്നും കാണത്തില്ല. പക്ഷേ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. പിന്നെ ഷാളിനാണ് പ്രശ്നം, കുറച്ച് നീളക്കുറവാണ്. എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, 168 ആണ് എൻ്റെ ഹൈറ്റ്. അപ്പോൾ വൺ സൈഡ് ആണെങ്കിൽ ഇതുണ്ടോ കറക്റ്റാണ്, പക്ഷേ രണ്ട് സൈഡിലും കൂടി ഒന്നും ഇടാൻ പറ്റത്തൊന്നുമില്ല. കുറച്ച് ഇറക്കക്കുറവ് പോലെ തോന്നിക്കും. കുറച്ച് ഫ്ലെയറൊക്കെ ഉണ്ട് ആവശ്യത്തിന്, പക്ഷേ എനിക്ക് ഇച്ചിരി നീളം കുറവാണ്. വൺ സൈഡ് ഓക്കെ. എങ്ങനെയുണ്ട് ചുരിദാർ? എല്ലാവർക്കും ഇഷ്ടമായോ? റിവ്യൂ പറയണം കേട്ടോ. ഇനി നെക്സ്റ്റ് പലാസോ പാൻറ്റ്. ഇതാ നല്ല ഭംഗിയുള്ളൊരു പലാസോ പാൻറ്റാണ്. ലൂസ് ഫിറ്റായിട്ട് ഇങ്ങനെ കടന്നോളും. താഴെ ലേസ് വർക്കുണ്ട്, അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ലേസ് വർക്ക് കൊടുത്തിരിക്കുന്നത് കൊണ്ട് വൈറ്റാണ്, അതുകൊണ്ട് ഏത് ടോപ്പിൻ്റെ കൂട്ടത്തിലും പൊക്കോളും. ടോപ്പ് എൻ്റെ അമ്മയുടെയാണ്, ഞാൻ ഷേപ്പ് ചെയ്തിട്ടതാണ്. ഇതാ അമ്മയുടെ ഷാളുമാണ്. കണ്ടോ, ഷാളിന് എന്ത് നീളമുണ്ടെന്ന് നോക്കിക്കേ. ഇപ്പോൾ ഇത്രയും നീളമുള്ള ഒരു ഷാളൊന്നും നമുക്ക് കടയിൽ പോയാൽ അധികം കിട്ടാറില്ല. ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിച്ചാൽ കണ്ടോ, നമുക്ക് ഷാളിന് നീളക്കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റിവ്യൂ. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ. ബൈ, സി യു.